റെയിൽവേ അടിപ്പാതയുടെയും നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിന്റെ വിശദ വിവരം അനുബന്ധമായി ചേർക്കുന്നുണ്ട്. നിലവിൽ 24 റെയിൽവേ മേൽപ്പാലങ്ങളുടെ പ്രവൃത്തികൾ പുരോഗമിക്കുന്നുണ്ട്. RBDCക്ക് 10, KRDCL 13, PWD ദേശീയപാത വിഭാഗം 1. വിവരങ്ങൾ അനുബന്ധം KRDCLന് നിർവഹണ ചുമതലയുള്ള എല്ലാ റെയിൽവേ മേൽപ്പാലങ്ങളുടെയും റെയിൽവേ സാധാരണ ഞാൻ ടേബിൾ ചെയ്യലാണ്, പ്രത്യേക സാഹചര്യത്തിൽ ഒന്ന് വായിക്കണം എന്നുള്ളത് കൊണ്ടാണ് പൂർണ്ണമായും വായിച്ചത്. സർ, SIT അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും നിരന്തരമായി നുണകൾ പ്രചരിപ്പിച്ച് ചോദ്യോത്തര വേള തന്നെ തടസ്സപ്പെടുത്തുന്ന ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് സർ പ്രതിപക്ഷം സഭയിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ എല്ലാ നിലയിലും ഇടപെടൽ നടത്തുന്നുണ്ട്. സാർ, കിഫ്ബി പദ്ധതി, പൊതുമരാമത്ത് പദ്ധതി സർക്കാരിന്റെ കാലയളവിൽ ഒരു റെക്കോർഡ് എണ്ണമായിട്ടാണ് വരുന്നത്. സാർ ബാനർ പിടിച്ച് സഭ തടയാൻ ശ്രമിച്ചാൽ ഒരു റെയിൽവേ ഓർബിറ്റ് പോലെ അതിന്റെ മുകളിലൂടെ ചോദ്യം ചോദിച്ച MLAക്ക് അഭിവാദ്യങ്ങൾ. അതുപോലെ കേരളത്തിൽ ലെവൽ ക്രോസുകളില്ലാത്ത കേരളമാക്കാൻ എന്ത് തടസ്സം ആര് വരുത്തിയാലും അത് തട്ടിമാറ്റിക്കൊണ്ട് LDF സർക്കാർ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. സർ, വനത്തിൽ നിന്ന് നാട്ടിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് പ്രതിരോധിക്കാൻ സർക്കാർ നല്ലപോലെ ഇടപെടുകയാണ്. സർ, പല്ലും നഖവും കൊഴിഞ്ഞ് ആക്രമിക്കാൻ കെൽപ്പില്ലാതെ പബ്ലിസിറ്റിക്കായി കോപ്രായങ്ങൾ കാണിക്കുന്ന ശല്യമൃഗങ്ങള് സഭയ്ക്കകത്ത് കയറി വരുന്നത് തടയണം. സർ, MLA സമരത്തിലാണ്, അല്ലെങ്കിൽ അദ്ദേഹം ബെഞ്ചിലായിരുന്നെങ്കിൽ ഇപ്പൊ ബെഞ്ച് അടിച്ചതിനെ പിന്തുണക്കുമായിരുന്നു. സാർ, ഇതിനായി 33 കോടി രൂപയാണ് LDF സർക്കാർ അനുവദിച്ചത്. അവിടെ പ്രവർത്തിപ്പ് ആരംഭിച്ചു. പാവങ്ങോട് ROB ശ്രീ തോട്ടത്തിൽ രവീന്ദ്ര MLA ഉണ്ട്, അദ്ദേഹത്തിനെ കുറിച്ച് ഉൾപ്പെടെ ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി സഭ നിരന്തരമായി സ്തംഭിപ്പിച്ച് അതിൽ ആഹ്ലാദ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. ചിരിച്ചു കളിച്ച് സമരത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഫണ്ട് സംസ്ഥാന സർക്കാർ അനുവദിച്ചു. അത് വേഗത്തിൽ അതിന്റെ മറ്റു കാര്യങ്ങൾ നടപ്പിലാക്കി. ഇനി വരുന്ന LDF സർക്കാരിന്റെ ഭരണകാലത്ത് അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അതിന് വളരെ എളുപ്പമാക്കുന്ന പണി പ്രതിപക്ഷം കൂടി ചെയ്തു തരുന്നത് കൊണ്ട് ഏറെ സന്തോഷമുണ്ട്. ഇത്രയും വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ സഭ തുടർച്ചയായി സ്തംഭിപ്പിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ നിലപാട് തെറ്റാണ്. സാർ, പ്രതിപക്ഷത്തിന്റെ ഈ തെറ്റായ നിലപാടിനെ എല്ലാ നിലയിലും ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തോടെ ഇടപെടാം. ഒരു ലെവൽ ക്രോസ് പോലെ വികസന ചർച്ചകൾ തടയുന്ന പ്രതിപക്ഷത്തിന്റെ നിലപാടിനെതിരെ ഒരു റെയിൽവേ ഓവർബ്രിഡ്ജ് പോലെ ഈ ഭരണകക്ഷി എന്നുള്ള നിലയിൽ ഞങ്ങൾ ജനങ്ങളിൽ ഈ കാര്യങ്ങൾ എത്തിക്കാനും കാര്യങ്ങൾ നടപ്പിലാക്കാനും ഈ നിയമസഭാ സമ്മേളനത്തിൽ ഉപയോഗിക്കുക എന്നുള്ള ഞങ്ങളുടെ ജനാധിപത്യ അവകാശത്തെ ഏത് നിലയിൽ തടയാൻ ശ്രമിച്ചാലും ആ പ്രതിസന്ധികളെ തട്ടിമാറ്റി സർക്കാർ മുന്നോട്ട് പോകുന്ന അറിയിക്കുകയാണ്. സാർ, അങ്ങേ കണ്ട് എനിക്ക് ചോദിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷെ ഇവരിങ്ങനെ തടസ്സപ്പെടുത്തുകൊണ്ട് ചോദിക്കും, ഓരോ മെമ്പറും സ്പീക്കറെ മുഖത്ത് നോക്കി സംസാരിക്കണമെന്ന. എന്താ സാർ, എത്ര ദിവസമായി ഇതൊന്നും നിർത്തിക്കൂടാ സാർ ഇത്തരം സമരങ്ങൾ? ഞങ്ങൾക്കും സ്പീക്കറുടെ മുഖം കാണാൻ പറ്റില്ല. ഇന്നിപ്പോ എന്തായാലും ഞങ്ങൾക്ക് സ്പീക്കറുടെ മുഖം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. മൊത്തത്തിൽ തടയാൻ വേണ്ടി പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പൊതുവെ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിൽ അടിയന്തരമായി ഇടപെടാൻ എന്തൊക്കെ ചെയ്യാനാകുമെന്ന് ചെയ്ത് മുന്നോട്ട് പോകും. ഈ ലെവൽ ക്രോസുകൾ നമ്മുടെ ഒരുപാട് സമയമാണ് സാർ കളയുന്നത്. ഒരുപാട് സമയം ലെവൽ ക്രോസുകൾ കളയുന്നു. ഇപ്പോ ആലുവ MLA ഇവിടെ ഉണ്ട്, അദ്ദേഹം ഇപ്പോ സമരത്തിലാണ്, ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലെ, ആലുവ MLA ഉണ്ടല്ലോ അല്ലെ, ആലുവ MLA കേൾക്കുന്നുണ്ടല്ലോ. അപ്പോ ഉറയാറിൽ ദീർഘകാലത്തെ ആവശ്യമായിരുന്നു അവിടെ ഒരു ROB. സാർ, അത് നടപ്പിലാക്കാൻ പറ്റിയില്ല. സാർ, അവസാനം 2016 ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന LDF സർക്കാർ വരേണ്ടി വന്നു അതിന് ഫണ്ട് അനുവദിക്കാൻ. സാർ, എന്നിട്ടും തീർന്നിട്ടില്ല. സാർ, 2021 വീണ്ടും ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF സർക്കാർ അധികാരത്തിൽ വന്നു. സാർ, ആ സമയത്ത് അതിന്റെ എല്ലാ കാര്യങ്ങളുമായി പ്രവൃത്തി ആരംഭിച്ചു. സാർ, ഇതുപോലെ പല പദ്ധതികളും നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റുന്നു. സാർ, ഈ ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വെച്ച് പുലർത്തുന്നു. ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ ജനങ്ങൾക്ക് എന്താണ് ആവശ്യം അത് മനസ്സിലാക്കി ഇടപെടുന്നു. അനാവശ്യമായ വിവാദങ്ങൾ അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധ സമീപനങ്ങൾ ഇതൊന്നും ഒരു തരത്തിലും മൈൻഡ് ചെയ്യാതെ ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം വളരെ ഭംഗിയായി ആരൊക്കെ തടുക്കാൻ ശ്രമിച്ചാൽ അതിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നു. അതാണ് ജനങ്ങൾ വീണ്ടും ഈ സർക്കാരിന് പിന്തുണ നൽകുന്നത്. സാർ, അതുകൊണ്ട് ROBയുടെ കാര്യത്തിൽ ഒരു തർക്കം വേണ്ടതില്ല. നമുക്ക് ഇനിയും നല്ല നിലയിൽ ROBയുടെ കാര്യങ്ങൾ റെയിൽവേയുമായി ചർച്ച ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം. പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പുകൾ വെങ്ങളം, കൊയിലാണ്ടി, അങ്ങാടിപ്പുറം, മലപ്പുറം, കൈനാട്ടി റോഡ് റെയിൽവേ മേൽപ്പാലം, കാരിത്താസ് ഫ്ലൈ ഓവർ കോട്ടയം, കല്ലീട്ടുങ്കര റെയിൽവേ മേൽപ്പാലം, പാവം, കല്യാശ്ശേരി കണ്ണൂർ, ബേക്കൽ റെയിൽവേ മേൽപ്പാലം, ചെറുവത്തൂർ, പടന്ന റോഡ് തൃക്കരിപ്പൂർ കാസർഗോഡ്, കാഞ്ഞങ്ങാട് കാസർഗോഡ്, നീലേശ്വരം കാസർഗോഡ്, കോതാട്, വൈപ്പിൻ, കൊച്ചി, എറണാകുളം നോർത്ത് റെയിൽവേ മേൽപ്പാലം, വിക്ടോറിയ കോളേജ് റെയിൽവേ മേൽപ്പാലം, AKG
ഫ്ലൈ ഓവർ കോഴിക്കോട്. ഇതോടൊപ്പം ബി പാർക്ക് പദ്ധതിക്കായി പൊതുമരാമത്ത് ബ്രിഡ്ജസ് വിഭാഗവും RBDCക്കയും വ്യത്യസ്ത പാത, ദേവദാർ റെയിൽവേ മേൽപ്പാലം, മൂച്ചിക്കൽ റെയിൽവേ മേൽപ്പാലം, പന്നിയങ്കര ROB. സർ, ബാക്കി ഞാൻ ടേബിൾ ചെയ്യാം സർ. പ്രതിപക്ഷത്തോട് നന്ദി പറയുകയാണ് സാർ. ഇന്നലെ മിനിഞ്ഞാന്ന് തലശ്ശേരി നിയോജക മണ്ഡലത്തിലെ ഒരു വി പാർക്കുമായി ബന്ധപ്പെട്ട ചർച്ച വിജയകരമായി പൂർത്തീകരിച്ചു സാർ. അത് പറയുമ്പോൾ അങ്ങയുടെ മുഖത്തെ സന്തോഷം എനിക്ക് കാണാൻ സാധിക്കുന്നു സാർ. ഇന്നലെയാണെങ്കിൽ പറ്റില്ലായിരുന്നു, ബാനറായിരുന്നു. ഇന്ന് കാണാൻ സാധിക്കുന്നു സാർ. തലശ്ശേരിയിൽ മനോഹരമായ ഒരു വി പാർക്ക് വരാൻ വേണ്ടി പോകുന്നു സാർ. അതിന് മുൻകൈയെടുത്ത് PWD സഹകരിച്ച് അങ്ങയോടും പ്രത്യേകം ഇവിടെ നന്ദി അറിയിക്കാൻ സാർ. അതിന് എല്ലാ നിലയിലും നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് സാർ. ഇപ്പൊ കൊല്ലം ജില്ലയിൽ ഇരവിപുര മണ്ഡലത്തിലെ വി പാർക്ക് പൂർത്തീകരിച്ചു. രാത്രി 2 മണി 3 മണി വരെയൊക്കെ അവിടെ ആളാണ് സാർ. നല്ല നിലയിൽ ആളാണ്. അത് വളരെ പോസിറ്റീവായിട്ടാണ് അവര് ബഹളം വെക്കുന്നത്, നെഗറ്റീവായിട്ടല്ല. വളരെ പോസിറ്റീവായി പാട്ടുപാടിയും അതുപോലെ തന്നെ അവിടെ ഷട്ടിൽ കളിച്ചും ഒക്കെ തന്നെ ഒരു വലിയ ആഹ്ലാദം അവിടെ പങ്കുവെക്കുകയാണ് സാർ. അപ്പൊ അതുപോലുള്ള വി പാർക്കുകൾ നമുക്ക് ഇനി ആരംഭിക്കാം. അതിനെല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ് സാർ. ബാനർ ഉപയോഗിച്ച് സ്പീക്കറുടെ കാഴ്ച ഒരു പക്ഷെ പ്രതിപക്ഷത്തിന് മറക്കാൻ കഴിയും. പക്ഷെ കേരളത്തിലെ ജനങ്ങളുടെ കണ്ണും മനസ്സും LDF ഗവൺമെന്റ് കൂടെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സാർ. ഈ അസത്യ പ്രചരണം, അപവാദ പ്രചരണവും നടത്തി ചില കുഴലൂത്തുകാർക്ക് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വയറ് നിറച്ചു കൊടുത്തിട്ടും അവർ പഠിക്കുന്നില്ല സാർ. ഈ വിഷയത്തിലും ഭാവിയിൽ അവർക്ക് അത് തന്നെയാണ് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. സാർ, അങ്ങനെ കാണാൻ പറ്റുന്നില്ല സാർ. സാർ, ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ SIT അന്വേഷിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോയിട്ടും ഇങ്ങനെ നിയമസഭ തടസ്സപ്പെടുത്തുന്നത് വളരെ വളരെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. സഭയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് സാർ. പ്രതിപക്ഷത്തോട് പറയാനുള്ളത്, തൽക്കാലം സമരമൊക്കെ നടന്നോട്ടെ, അത് ജനാധിപത്യ ആവശ്യമാണ്. പക്ഷെ ഇത്തരത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും നമുക്ക് നിയമസഭയിൽ ചർച്ച ചെയ്യാനുള്ള അവസരം തരാതിരിക്കുന്നത് വളരെ വളരെ മോശമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. സുപ്രീം കോടതി തോറ്റു, ഹൈക്കോടതി തോറ്റു. നമ്മുടെ മാത്യു കുണനാടൻ അന്താരാഷ്ട്ര കോടതി പോകുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം സഭയിൽ വന്ന് സമരം ചെയ്യുക. നമുക്കറിയാമല്ലോ, കേരളത്തിന്റെ ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിച്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അന്വേഷണം പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പോലും വിശ്വാസമില്ലാതെ ഈ സഭയിൽ വന്ന് ഇങ്ങനെ രീതി ചെയ്യുന്നത് ശരിയല്ല സാർ. പ്രതിപക്ഷം ഈ ഗവൺമെന്റിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന അടിസ്ഥാനരഹിതമായ എല്ലാ ആരോപണങ്ങളും നീതിന്യായ കോടതികൾ ഒന്നൊന്നായി തള്ളിക്കളയുകയും അവസാനം പരമോന്നത കോടതി വരെ അത്തരം ആരോപണങ്ങൾ ചവറ്റുകുട്ടയിലിട്ട് പിഴ ഈടാക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പും താക്കീതും നൽകുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് സാർ നാം കടന്നു പോകുന്നത്. ഇപ്പൊ ഇവിടെ കാണുന്നത് ഒരു നോട്ടീസ് പോലും നൽകാതെ എല്ലാ ജനാധിപത്യ മര്യാദയും ലംഘിച്ചുകൊണ്ട് പാർലമെന്ററി ജനാധിപത്യത്തിന്റെ എല്ലാ മൂല്യങ്ങളെയും തകർത്തുകൊണ്ടുള്ള അപഹാസ്യമായ സമരമാണ് സാർ. ഇത് അപലപനീയമാണ്. 245 സാറേ, ഈ പ്രതിപക്ഷം ഇന്ന് കുട്ടികളുടെ മുമ്പിലാണ് ഈ അഭ്യാസമൊക്കെ കാണിക്കുന്നത് എന്നുള്ളത് കേരളം ആകെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സാർ. ഇതില് ഞങ്ങൾക്കുള്ള വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥികളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പോലും ഇവിടെ അനുവദിക്കുന്നില്ല എന്ന് പറയുന്ന കാടത്തം പ്രതിപക്ഷം അവസാനിപ്പിക്കണമെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ സ്പീക്കർക്ക് ഒരു നോട്ടീസ് പോലും തരാതെ പ്രതിപക്ഷം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ഈ പ്ലേക്കാന്തം സാർ കുട്ടികൾ പോലും കാണുകയാണ് സാർ. തികച്ചും ജനാധിപത്യ വിരുദ്ധമായി വേറെ വിഷയങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറെ ദിവസങ്ങളായി സഭയിൽ നിരന്തരമായി കാണിക്കുന്ന ഈ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ആഭാസം ഈ നാട്ടിലെ ജനങ്ങൾ കാണുക തന്നെ ചെയ്യുമെന്നാണ് സാർ പറയാനുള്ളത്. സാറേ, വാച്ചാൻ വാറിന് അടിക്കുകയാണ് സാർ. വാച്ചാൻ വാറിന് അടിക്കുകയാണ്. സംരക്ഷണം കൊടുക്കണം. വാച്ചാൻ വാറിന് അടി മിനിസ്റ്റർ പ്ലീസ് അങ്ങ് പറഞ്ഞോ. മിനിസ്റ്റർ അങ്ങ് മറുപടി പറഞ്ഞോ. ഇതെല്ലാം കുട്ടികൾ കാണുന്നുണ്ടോ? സ്കൂൾ കുട്ടികൾ അവിടെ ഇരിക്കുന്നത്. ശ്രീ മഹേഷ് അവിടെ ഇരിക്കുക. മഹേഷ് സാർ, ഈ റോജിയ സഭയിൽ നിന്ന് പുറത്താക്കണം. മിനിസ്റ്റർ പറഞ്ഞോ. മിനിസ്റ്റർ ഇഗ്നോർ ചെയ്തോ? ഉത്തരം മേശപ്പെടുത്തി വയ്ക്കുക. പൊതുവിദ്യാഭ്യാസ പുരോഗതി വിലയിരുത്തുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. ഈ സമയത്തും ഇത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷം സമ്മതിക്കാത്തത് അവരുടെ ആഭാസ സമരമാണ് സാർ. എന്റെ ക്വസ്റ്റ്യൻ, കാവ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി NCERT നടത്തുന്ന പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുവാനും പ്രതിഫലിപ്പിക്കാനും എന്തൊക്കെ നടപടികൾ കൈക്കൊണ്ട് സാർ?
പ്ലീസ് പ്ലീസ്. യെസ്, ഉത്തരം പറഞ്ഞോ. പ്ലീസ് പ്ലീസ് പ്ലീസ്. പ്ലീസ് പ്ലീസ്. ശ്രീ പി കെ ബഷീർ. പ്ലീസ് പ്ലീസ് പ്ലീസ്. ചോദ്യോത്തരം ഒന്നവിടെ ഇരിക്ക്. ചോദ്യോത്തര വേള നിർത്തിവെക്കുകയാണ്. സഭ അല്പസമയം നിർത്തിവെക്കുന്നു.